ഇലക്ട്രിക് ഫ്ലക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫൈ ഉപയോഗിച്ചാൽ റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ സാധാരണ ഫൈ സഫിക്സ് ഇ എന്ന് കൊടുത്താണ്, അല്ലെങ്കിൽ സിംപ്ലി ഫൈ. അപ്പൊ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? അതിന്റെ ഡെഫിനിഷൻ ഞാൻ എഴുതണം. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് passing normally through a given area. ശ്രദ്ധിക്കുക, total number of electric field lines passing normally through a given area. അതിനെ നമ്മൾ സാധാരണ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പറയും. അപ്പോൾ ഒന്നുകൂടി ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കാം ഇതാണ് ഒരു ഗിവൺ ഏരിയ എന്ന് വിചാരിക്കാം. ഇതാണൊരു ഗിവൺ ഏരിയ. അപ്പൊ ഈ ഏരിയയുടെ അകത്ത് കൂടി ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് വിചാരിക്കാം. അപ്പൊ ഇതാണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ, ഇതാണ് ഒരു ഗിവൺ ഏരിയ. അപ്പൊ ഇതിന്റെ അകത്തുകൂടി എത്ര ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നത് അതിനെ നമ്മൾ എന്താ പറയാ? ഇലക്ട്രിക് ഫ്ലക്സ്. ശ്രദ്ധിക്കാം, ഇപ്പൊ ഇതാണ് ഒരു ഗിവൺ ഏരിയ. ഈ ഗിവൺ ഏരിയ ഇത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 ലൈൻസ് വെച്ച് കഴിഞ്ഞാൽ ഈ 10 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇതിലൂടെ കടന്നു പോകാൻ പറ്റും. അപ്പൊ അതിനെ നമ്മൾ എന്താ പറയാ? ഇലക്ട്രിക് ഫ്ലക്സ്. ഇനി ഇതാണ് ഒരു ഗിവൺ ഏരിയ എങ്കിൽ ഒരു സർക്കുലർ റിംഗ് ആണ്. ഈ റിംഗിന്റെ അകത്തുകൂടി എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നത് അതിനെ നമ്മൾ എന്താ പറയാ? ഇലക്ട്രിക് ഫ്ലക്സ്. അതിന്റെ ഡെഫിനിഷൻ പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ ഗിവൺ ഏരിയ. മാത്തമാറ്റിക്കലി നമ്മൾ എങ്ങനെ എഴുതാം? മീൻസ് ഫൈ ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ഇ ഡോട്ട് എ. ഇ ഡോട്ട് എ നമുക്കത് ഡോട്ട് പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? കോസ് ആയിരിക്കും. ഇ എ കോസ് തീറ്റ. ശ്രദ്ധിക്കുക, ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ. പക്ഷെ നമ്മൾ മാത്തമാറ്റിക്കലി ഫ്ലക്സ് എഴുതുമ്പോൾ ഫൈ ഈസ് നത്തിങ് ബട്ട് ഈക്വൽ എന്താ എഴുതാറ്? ഇ ഡോട്ട് എ, അല്ലെങ്കിൽ എന്താ എഴുതാറ്? ഫൈ ഈസ് ഈക്വൽ ഇ എ കോസ് തീറ്റ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇ നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ് ഇ? ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ക്ലിയർ? ഇനി എ എന്ന് പറഞ്ഞാൽ ശരിക്കും ഏരിയയാണ്, പക്ഷെ വെക്ടറായിട്ട് കൺസിഡർ ചെയ്യണം. ഏരിയ വെക്ടർ. ശ്രദ്ധിക്കുക, ഏരിയ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഏരിയ വെക്ടറായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ എന്താണ് ഈ ഏരിയ വെക്ടർ എന്ന് പറയുന്നത്? സാധാരണ കേസിൽ ഏരിയ എന്തുകൊണ്ടുള്ളത്? ഏരിയ ഒരു സ്കാലർ ക്വാണ്ടിറ്റിയാണ്. പക്ഷെ നമ്മൾ ഫ്ലക്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഏരിയ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക? വെക്ടർ. അപ്പൊ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പ് അല്ലേ? അപ്പൊ ഇയാൾ ഏരിയ വരിക ലെങ്തിന്റെ ബ്രെഡ്ത്ത്, ശരിയല്ലേ? ഇപ്പൊ ഞാൻ ഒരു ഫീൽഡ് ലൈൻസ് കണ്ടിരിക്കാം. ഒരു ഫീൽഡ് ലൈൻസ് കണ്ടിരിക്കാം. അപ്പൊ 1, 2, 3, 4, 5. അപ്പൊ മൊത്തം എത്ര ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നത്? ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഇവിടെ 10 ഫീൽഡ് ലൈൻസും വെച്ച് ഇവിടെ 5 എണ്ണം, ഇവിടെ 5 എണ്ണം. അപ്പൊ 10 ഫീൽഡ് ലൈൻസും ഇതിന്റെ അകത്തുകൂടെ കടന്നു പോകില്ലേ? അല്ല. ഇനി ഞാൻ ഈ 10 ഫീൽഡ് ലൈൻസ് 5 എണ്ണം ഇവിടെ 5 ഇങ്ങനെ തന്നെ ഇരിക്കും. ഈ സാധനം തിരിക്കാൻ തുടങ്ങി. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ തിരിക്കാൻ തുടങ്ങിയാൽ ചിലതെല്ലാം പാസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ തിരിച്ച് വെച്ച് അവസാനം ഇങ്ങനെ എത്തി. അപ്പോഴും 10 ഫീൽഡ് ലൈൻസ് ഇവിടെ ഇരിക്കുന്നതിന് ഇവർക്ക് പാസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഈ സാധനം ഇങ്ങനെ തിരിക്കുന്നതിനനുസരിച്ച് ഇതിലൂടെ പാസ് ചെയ്യാൻ തുടങ്ങൂലെ? ദാറ്റ് മീൻസ് ഇങ്ങനെ ഇരുന്നാലും ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത്, ഇങ്ങനെ വെച്ചാൽ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത്, ഇങ്ങനെ വെച്ചാൽ ഒക്കെ ഇയാളെ ഏരിയ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് അല്ലേ? പക്ഷെ അതിലൂടെ പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസ് എണ്ണം മാറിയോ? ഇല്ലേ? മാറി. കാരണം ഇങ്ങനെ വെച്ചപ്പോൾ 10 ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യാൻ പറ്റി. ഞാൻ തിരിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചെണ്ണം പുറത്തേക്ക് പോകാൻ തുടങ്ങി. ദാറ്റ് മീൻസ് അതിന്റെ അകത്തുകൂടെ പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിന്റെ എണ്ണം മാറിയോ? ഇല്ല. ഫീൽഡ് ലൈൻസിന്റെ എണ്ണം മാറി. പക്ഷെ ഏരിയ മാറ്റുമോ? ഇല്ല. പക്ഷെ ഇങ്ങനെ എന്ത് ചെയ്തു? റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഏരിയന്റെ ആരം മാറി, ഡയറക്ഷൻ മാറി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏരിയൻ ആരായിട്ട് കൺസിഡർ ചെയ്യുന്നത്? വെക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്ന കാരണം, ശരിയല്ലേ? അപ്പൊ ഏരിയ നമ്മൾ ഒരു വെക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിലൂടെ പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസ് എണ്ണം മാറും. എണ്ണം മാറി
അപ്പൊ ഇതിന് ഏരിയ വെക്ടർ വരയ്ക്കാൻ പറഞ്ഞാൽ അയാൾക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. ഇതാണ് നിങ്ങളുടെ ഗിവൺ ഏരിയയെങ്കിൽ ഇതാണ് ഏരിയ വെക്ടർ. ക്ലിയർ? പക്ഷെ എനിക്ക് ഇപ്പൊ നിങ്ങൾ അവിടുന്ന് ഒബ്സർവ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗിവൺ ഏരിയ ആണെങ്കിൽ ഇതാണ് ഏരിയ വെക്ടർ ഡയറക്ഷൻ. സർഫേസിന് പെർപെൻഡിക്കുലർ വരയ്ക്കാം ഔട്ട്വേർഡ്. ഇതാണ് ഗിവൺ സർഫേസ്. ഈ ഗിവൺ സർഫേസിന് പെർപെൻഡിക്കുലർ വരയ്ക്കാം ഏത് ഡയറക്ഷനിൽ? ഔട്ട്വേർഡ് ഡയറക്ഷൻ. ഇതാണ് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ. ശരിയല്ലേ? ഇനി ഞാൻ ഇവിടുന്ന് നോക്കുമ്പോൾ എനിക്ക് ഇതാണ് ഏരിയ വെക്ടർ, ഞാൻ ഇങ്ങോട്ട് വരയ്ക്കണം. ശ്രദ്ധിക്കുക, കൺഫ്യൂഷൻ വേണ്ട. ഇപ്പൊ ഇതാണൊരു ഗിവൺ ഏരിയ എന്ന് വിചാരിക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഏരിയ വെക്ടർ. ആ സർഫേസിന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഇതാണ് ഏരിയ വെക്ടർ. ശരിയല്ലേ? ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് നോക്കുന്നതെങ്കിൽ ഇതാണ് ഏരിയ വെക്ടർ. ഇനി ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഇതാണ് ഏരിയ വെക്ടർ. ഇങ്ങനെയാണെങ്കിൽ ഇതാണ് ഏരിയ വെക്ടർ. അപ്പൊ എന്ത് ചെയ്യുക? ഗിവൺ സർഫേസിന് എന്ത് വരയ്ക്കുക? പെർപെൻഡിക്കുലർ ഔട്ട്വേർഡ്. ഏരിയ വെക്ടർ ഡയറക്ഷൻ പറയുന്നതാണ് ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു സർഫേസ് ഔട്ട്വേർഡ്. പെർപെൻഡിക്കുലർ ടു സർഫേസ് ഔട്ട്വേർഡ്. അപ്പൊ ആ സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക ഔട്ട്വേർഡ് ഡയറക്ഷൻ. അപ്പൊ നമുക്ക് ഏരിയ വെക്ടർ കിട്ടും. ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞ സംഭവം ക്ലിയർ ആവും. ഇപ്പൊ ഞാൻ ഇങ്ങനെയാണ് ഒരു സർഫേസ് വെച്ചിരിക്കുക. ഇങ്ങനെയാണ് സർഫേസ് വെച്ചു. ശരിയല്ലേ? പിന്നെ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുക. ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്തിരിക്കുക. അപ്പൊ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇയാൾ ഇരിക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു 3 ഡയമെൻഷൻ ഞാൻ ഇങ്ങനെയാണ് വെച്ചത്. ശരിയല്ലേ? ഇങ്ങനെയാണ് വെച്ചു. എന്നിട്ട് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്തിരിക്കുക. അപ്പൊ ഇയാൾ ഏരിയ വെക്ടർ അങ്ങോട്ട് വരയ്ക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ കിട്ടി. ഇങ്ങനെയാണ് സംഭവം. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ക്ലിയർ? ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഏരിയ വെക്ടർ ഇങ്ങോട്ട് വരയ്ക്കുക. ആ സർഫേസിന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അല്ലെ? സർഫേസ് ഔട്ട്വേർഡ് ഡയറക്ഷൻ. അല്ലെങ്കിൽ ഇവിടുന്ന് നോക്കണമെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കണം. ഒന്നൊരു തീറ്റ 0 വരും. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടുന്നാണ് നോക്കുന്നത്. ഇങ്ങോട്ട് ഏരിയ വെക്ടർ വരും. ക്ലിയർ? അപ്പൊ ഏരിയ വെക്ടർ ഇങ്ങോട്ട് വരയ്ക്കുക. ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ വരയ്ക്കുക. അപ്പൊ ഇങ്ങോട്ടേക്ക് എന്ത് വരും? ഏരിയ വെക്ടർ ഇതേ ഡയറക്ഷനിൽ വരും. ശരിയല്ലേ? അപ്പോൾ തീറ്റ എന്ത് വരും? തീറ്റ 0 വരും. കാരണം ഈന്റെയും എന്റെ ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ ഫ്ലക്സ് എന്ത് വരും? ഫൈ ഈക്വൽ ടു EA cos 0. എന്താണ് cos 0യുടെ വാല്യൂ? 1. അപ്പോൾ ഫ്ലക്സ് ഈക്വൽ എന്ത് കിട്ടും? E into A കിട്ടും. ക്ലിയർ? മാക്സിമം ഫ്ലക്സിലിറ്റി. കാരണം എല്ലാ ഫീൽഡ് ലൈൻസും പാസ് ചെയ്യാൻ പറ്റി. ക്ലിയർ? ഇനി ഇതേ ചിത്രം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാം. ഇങ്ങനെ വെച്ച് ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് കാണിച്ചത്. ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കാണിച്ചത്. അപ്പൊ അതിനർത്ഥം ഇപ്പൊ നിങ്ങൾ വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു സംഭവം നമ്മൾ വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫീൽഡ് ലൈൻസിന് പാസ് ചെയ്യാൻ ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം ഏരിയ വെക്ടർ കൊണ്ടാവില്ല. ഏരിയ വെക്ടർ കാണാൻ ഏരിയ വെക്ടർ. നിങ്ങളെ സർഫേസ് നിങ്ങൾ എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്ക്. ഇതാണ് ഏരിയ വെക്ടർ. അപ്പൊ നിങ്ങള് പേപ്പറിന്റെ പുറത്തേക്ക് വരും. ഏരിയ വെക്ടർ ഇങ്ങോട്ടേക്ക് വരും. ശരി? ഏരിയ വെക്ടർ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടേക്ക് വരും. എന്ത് വരും? Z ഡയറക്ഷൻ വരും. ഹലോ? Z ഡയറക്ഷൻ. അത് വരയ്ക്കാൻ പറ്റില്ല. ഇങ്ങോട്ടാണ് ഏരിയ വെക്ടർ. ശരിയല്ലേ? അപ്പോൾ ഫൈ ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു EA cos. and ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് ഏരിയ വെക്ടർ ഇങ്ങോട്ട് cos 90. cos 90 എത്രയാണ്? 0. ഫ്ലക്സ് ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇങ്ങനെയാണ് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്ലക്സ് എന്ത് വരും? 0 കിട്ടി. ഇനി ഇതേ കേസ് ഞാൻ ഒന്നും കൂടി വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ സംഭവം. ശരിയല്ലേ? പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് പാസ് ചെയ്തത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്തത്. ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യാൻ പറ്റുക. ശരിയല്ലേ? അപ്പൊ ഈ സംഭവം ഇരിക്കുന്നത് എങ്ങനെയാണ്? ഈ സംഭവം ഇരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ശരിയല്ലേ? ഈ സംഭവം ഇരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇവിടെ ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് ഏരി അതേ ഡയറക്ഷൻ. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഫീൽഡ് ലൈൻസ് ഇങ്ങോട്ടോ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. പക്ഷെ ഏരിയ വെക്ടർ എങ്ങോട്ടാ വരയ്ക്കുക? ഏരിയ വെക്ടർ ഒറ്റ ഡയറക്ഷനേ ഉള്ളൂ. ആ സർഫേസിന് പെർപെൻഡിക്കുലർ വരയ്ക്കണം. ക്ലിയർ? അപ്പൊ ഏരിയ വെക്ടർ ഇങ്ങനെ വരും. ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ് പോകുന്നത്. ഏരിയ വെക്ടർ ഇങ്ങനെ വരും പെർപെൻഡിക്കുലർ. ക്ലിയർ? അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോൾ ഇതായിരിക്കും ആര് വരിക? ഏരിയ വെക്ടർ വരിക. അപ്പൊ ഈ ആംഗിൾ തീറ്റ വരും. അപ്പൊ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ എന്ത് വരും? EA cos തീറ്റ വരും. ആ തീറ്റ 60 എടുക്കുക. 30 എടുക്കുക. 45 എടുക്കുക. ക്ലിയർ? അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് വെച്ചാൽ എത്ര കടന്നു പോകുന്നുണ്ട്
സർഫേസ് പെർപെൻഡിക്കുലർ വരയ്ക്കാം ഔട്ട്വേർഡ് ഡയറക്ഷൻ. അപ്പൊ ആദ്യത്തെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇയും എ ഇങ്ങനെ ഇരിക്കുന്നത് എയോട്ട് ഇങ്ങോട്ടേക്ക് 0. അടുത്ത കേസ് ഇങ്ങനെ ഇരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട് എയോട്ട് ഇങ്ങോട്ടേക്ക് 90. അടുത്ത കേസ് ഇങ്ങനെ തന്നെ ഇരിക്കുന്ന ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോകാൻ എയോട്ട് ഇങ്ങോട്ട് അപ്പൊ തീറ്റ ഫൈ ഈസ് എ കോസ് തീറ്റ. ക്ലിയർ? അപ്പൊ ഇതിനെ നമ്മൾ പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡും അതേപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഏരിയ വെക്ടർ മാത്രം പോരാ, ഏരിയ വെക്ടർ ഡയറക്ഷൻ എന്നാലേ നമുക്ക് ഏരിയ വെക്ടറിലെ തീറ്റ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ? ഇനി സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈന്റെ ഫോർമുല എന്താ? ഫൈ ഈസ് ഈക്വൽ ടു ഇഎ കോസ് തീറ്റ. കോസ് തീറ്റ ആയതുകൊണ്ട് ഇയാളൊരു സ്കാലർ ക്വാണ്ടിറ്റി ആയിരിക്കും. ശരിയല്ലേ? കാരണം ഡോട്ട് പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എന്താണ്? വെക്ടർ അല്ല, സ്കാലർ ക്വാണ്ടിറ്റിയാണ്. ക്ലിയർ? പിന്നെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇയാളെ എസ് ഐ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് പറയുന്നത് ന്യൂട്ടൺ പെർ കൂളം. അപ്പൊ ന്യൂട്ടൺ കൂളം ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ. ശ്രദ്ധിക്കുക, എസ് ഐ യൂണിറ്റ് ഓഫ് ഫ്ലക്സ്, ഫ്ലക്സിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ അല്ലെ, കൂളം ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാളെ ഡയമെൻഷൻ, ഫ്ലക്സിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ശരിക്കും ന്യൂട്ടൺ പെർ കൂളം മീറ്റർ സ്ക്വയർ അല്ലെ. ന്യൂട്ടൺ നമുക്ക് എം എൽ ടി റേസ് ടു മൈനസ് ഡിവൈഡ് ബൈ കൂളത്തിന് ആംബിയർ മീറ്റർ സ്ക്വയറിന് എൽ സ്ക്വയർ. അതെന്ത് കിട്ടും? എം എൽ ക്യൂബ് എന്ത് വരും? ടി റേസ് ടു മൈനസ് 3 എ റേസ് ടു മൈനസ് 1 അല്ലെ. ഇതാണ് സാധാരണ ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഡയമെൻഷൻ. ക്ലിയർ? പിന്നെ അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇപ്പൊ നമ്മൾ മൊത്തം ഇതേപോലത്തെ ഒരു സർഫേസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കാം. നിങ്ങളുടെ സ്മോൾ പോർഷൻ എടുത്തുകൊണ്ടിരിക്കാം. ഇയാളെ മൊത്തം ഏരിയ, ഈ സ്മോൾ പോർഷൻ ഏരിയ നമ്മൾ സാധാരണ ഡി എസ് ആണ്. സ്മോൾ പോർഷൻ ഏരിയ നടക്കാറ് ഡി എസ്. ഡി എസ് മൊത്തം സർഫേസ് ഏരിയ നടക്കാം ഡി എസ്. ഇനി ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ ഇവിടെ അറിയില്ല. അപ്പൊ സ്മോൾ ഫ്ലക്സ്, സ്മോൾ ഫ്ലക്സ് d phi is equal to E dot ds. ശ്രദ്ധിക്കുക, ചെറിയ സ്മോൾ സാധാരണ ഫിസിക്സിലൊക്കെ ചെറിയ ഏരിയ മൊത്തമാണ് ഇന്റഗ്രേറ്റ് വെച്ചത്. അപ്പൊ ചെറിയൊരു പോർഷൻ എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഏരിയ ഡി എസ്, സ്മോൾ ഏരിയ ഡി എസ്, ഇലക്ട്രിക് ഫീൽഡ് ഇ, അതിന്റെ ഇടയ്ക്ക് ആംഗിൾ തീറ്റ. അങ്ങനെയാണെങ്കിൽ സ്മോൾ ഫ്ലക്സ് വരും. സ്മോൾ ഫ്ലക്സ് d phi is equal to E dot ds. അപ്പൊ ടോട്ടൽ ഫ്ലക്സ് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രൽ E dot ds അല്ലെ. ഇന്റഗ്രൽ E dot ds അല്ലെങ്കിൽ ഇന്റഗ്രൽ E ds cos theta അല്ലെ. E dot ds അല്ലെങ്കിൽ ds cos theta അത് നമ്മൾ എപ്പോഴും ക്ലോസ്ഡ് എന്നുള്ള ചിഹ്നം കൊടുക്കാം. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ക്ലോസ്ഡ് സർഫേസ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ സാധാരണ ഇന്റഗ്രേഷൻ തന്നെ നമ്മളത് ക്ലോസ്ഡ് ആയ കാരണം നമ്മളൊരു സിമ്പിൾ കൊടുക്കാറുണ്ട് മാത്രം, ഒരു റൗണ്ട് ഇവിടെ വരയ്ക്കാറുണ്ട്. മീനിങ് ക്ലോസ്ഡ്. അപ്പോ സ്മോൾ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ d phi is equal to E dot ds. ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ക്ലോസ്ഡ് ഇന്റഗ്രൽ E dot ds അല്ലെങ്കിൽ E ds cos theta. ക്ലിയർ? അപ്പൊ ഇതാണ് നമ്മൾ സാധാരണ ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ള സംഭവം. ഒരു ഗിവൺ ഏരിയയുടെ